ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് ഇന്ന് മഹാവീർ ജയന്തിയോടനുബന്ധിച്ച് അവധിയായിരുന്നു. എങ്കിലും യുഎസിൻ്റെ ടാരിഫുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അക്കാര്യങ്ങളും ചൈനയുടെ കറൻസിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അതുകൂടാതെ ബയോകോൺ, റംസൺ ഇൻഡസ്ട്രീസ് എന്നിവയുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളും ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മഹാവീർ ജയന്തിയോടനുബന്ധിച്ച് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയിരുന്നു. MCX 5 മുതൽ 11:30 വരെ ഈവനിങ് സെഷൻ ഉണ്ടാവും. മറ്റു മാർക്കറ്റുകളെല്ലാം ഇന്ന് ക്ലോസ് ആയിരുന്നു. ഈ മാസം മറ്റു 2 അവധികൾ കൂടി വരാൻ പോകുന്നുണ്ട്. ഏപ്രിൽ 14-ന് ഡോക്ടർ അംബേദ്കർ ജയന്തിയാണ്. ഏപ്രിൽ 18-ന് വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ ആണ്. ഈ 2 ദിവസങ്ങളും മാർക്കറ്റ് അവധിയായിരിക്കും. ഈ വർഷത്തെ ഫുള്ളായിട്ടുള്ള NSE ഹോളിഡേയ്സിൻ്റെ കലണ്ടർ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്, ട്രംപ് പ്രഖ്യാപിച്ചിരുന്ന താരിഫ് 90 ദിവസത്തേക്ക് പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ചൈനയെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലോകം മൊത്തം ഇതിനെതിരെ ക്രിറ്റിസൈസ് ചെയ്തിരുന്നു. അതനുസരിച്ചാണ് ഇതൊന്ന് പോസ് ചെയ്തതെന്നാണ് പറഞ്ഞത് ട്രംപ്. പക്ഷേ ഇതൊക്കെ ട്രംപ് എക്സ്പെക്ട് ചെയ്ത് തന്നെയായിരിക്കും. ഇങ്ങനെ ഒരു താരിഫ് പ്രഖ്യാപിച്ചാൽ അതിനെതിരെ എതിർപ്പുകൾ വരും എന്നുള്ള കാര്യങ്ങളും. പക്ഷേ ട്രംപ് ഈ ഒരു താരിഫ് പ്രഖ്യാപിച്ചത് തന്നെ നമ്മൾ 2 ദിവസം മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. US മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു ട്രേഡ് ഡെഫിസിറ്റ് കുറക്കുന്നതിന് വേണ്ടിയും മറ്റു പല കാര്യങ്ങളും USന് അനുകൂലമായ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു നെഗോസിയേഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ട്രംപ് ഈ ഒരു താരിഫിനെ കാട്ടി മറ്റു രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നത്. പക്ഷേ ചൈനയെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. ചൈനയ്ക്കെതിരെ അഡീഷണൽ താരിഫ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഏകദേശം ചൈനീസ് ഗുഡ്സിൻ്റെ മേലിൽ 125% താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചൈന അതിനെതിരെ 84% US ഗുഡ്സിന് മുകളിലും താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു താരിഫ് പോസ് ചെയ്തെന്നുള്ള ന്യൂസ് വന്ന ശേഷം അമേരിക്കൻ മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. സൗത്ത് കൊറിയൻ മാർക്കറ്റ് 5%, ഓസ്ട്രേലിയ മാർക്കറ്റും ഏകദേശം 5%-ഓളം ഉയർന്നു തന്നെയാണ് രാവിലെ ഓപ്പൺ ചെയ്തത്. US മാർക്കറ്റിലും ഡോ 7% കൂടുതലും, നാസ്ഡാക്ക് 12% കൂടുതലും പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നത്. S&P 10% കൂടുതൽ അപ്പായിരുന്നു. പക്ഷേ ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായി ഒഴിവായി എന്നും പറയാൻ പറ്റില്ല. ഈ അൺസർട്ടനിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു 90 ദിവസത്തേക്ക് പോസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വരും. ഈ ഒരു താരിഫിനെ തുടർന്ന് USലെ ബോണ്ട് മാർക്കറ്റിലും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ ഒരു താരിഫ് പോസ് ചെയ്യാനുള്ള ഒരു കാരണങ്ങൾ ഒന്നായിരിക്കാം. ഈ ഒരു താരിഫ് പ്രഖ്യാപിച്ച സമയത്ത് ഇന്ത്യക്കെതിരെ 26% താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഒരു ടെമ്പററി ആയിട്ട് ഇന്ത്യക്ക് ഒരു റിലീഫ് ലഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയും US തമ്മിലുള്ള നെഗോസിയേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ടും ഈ 90 ദിവസത്തിനിടയിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തത് ചൈനയുടെ കറൻസിയുമായി ബന്ധപ്പെട്ടാണ്. ചൈനയുടെ കറൻസിയായ യുവാൻ കഴിഞ്ഞ 17 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയിട്ടുണ്ട്. US ട്രേഡ് വാർ അതിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. 2007 ഡിസംബർ മുതലുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ചൈനയ്ക്കെതിരെ US വീണ്ടും അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. അതിനെതിരായിട്ട് ചൈനയും താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. ഇതൊരു ട്രേഡ് വാറിലേക്ക് പോകുമെന്നുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. ഈ ഒരു താരിഫ് മൂലം ചൈനയുടെ USലേക്കുള്ള കയറ്റുമതിയിൽ ഏകദേശം പകുതിയിൽ കൂടുതൽ കുറവുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. അതുമൂലം ചൈനയുടെ GDPയിൽ 1 മുതൽ 1.5% വരെ കുറവുണ്ടാകുമെന്നും അനലിസ്റ്റുകൾ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്. യുവാൻ്റെ ഈ ഒരു മൂല്യത്തകർച്ച കാരണം തന്നെ ചൈനയുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന സ്റ്റേറ്റ് ബാങ്കുകളോടും മൊത്തം ആവശ്യപ്പെട്ടിട്ടുണ്ട് US ഡോളറിൻ്റെ പർച്ചേസ് കുറക്കാൻ വേണ്ടി. ഷാർപ്പായിട്ടുള്ള ഈ ഒരു മൂല്യത്തകർച്ച പിടിച്ചിർത്താൻ വേണ്ടിയുള്ള ചില മെഷേഴ്സ് ചൈനയുടെ സെൻട്രൽ ബാങ്ക് എടുക്കുന്നുണ്ട്. അടുത്ത ഫോറിൻ ഇൻവെസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. തുടർച്ചയായ സെല്ലിങ്ങിന് ശേഷം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ചെറിയ രീതിയിൽ ബൈങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ ഇന്ത്യൻ ഇക്വിറ്റീസിൽ FPIs കഴിഞ്ഞ മാർച്ചിൽ ഏകദേശം 31,877 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്താണ് RBI ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനുള്ള ചില മെഷേഴ്സ് എടുത്തത്. അതൊക്കെ ഇതിന് കാരണമായിട്ടുണ്ടാവും. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ സെക്ടറിലേക്കാണ് വന്നിട്ടുള്ളത്. ഫിനാൻഷ്യൽ സർവീസസിൽ ഏകദേശം 17,585 കോടിയോളം ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറിലേക്ക് 3,413 കോടി വന്നിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് കെയറിലേക്ക് 2,138 കോടിയും, പവർ സെക്ടറിലേക്ക് 1,627 കോടിയും, ക്യാപിറ്റൽ ഗുഡ്സിലേക്ക് 1,613 കോടിയും ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് മാർച്ചിലെ കണക്കാണ്. അടുത്തത് ബയോകോണുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. അവരുടെ ഒരു ക്യാൻസർ ഡ്രഗിന് US FDAയുടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഇത് അവാസ്റ്റിൻ്റെ ഒരു ബയോസിമിലറാണ്. USലെ ബയോകോണിൻ്റെ ബയോസിമിലർ പോർട്ട്ഫോളിയോ എക്സ്പാൻഡ് ചെയ്യാൻ ഈ ഒരു കണ്ടുപിടുത്തം സഹായിക്കും. അവരുടെ USലെ 7ാമത്തെ ബയോസിമിലർ പ്രൊഡക്റ്റാണിത്. അടുത്തത് റംസൺ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടാണ്. അവർ ആസ്ട്രോ മോട്ടോഴ്സിൽ മജോറിറ്റി സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. 14.22 കോടിയുടെയാണ് ഈ ഒരു അക്വിസിഷൻ. പൂനെ ബേസ് ചെയ്തിട്ടുള്ള ആസ്ട്രോ മോട്ടോഴ്സ് പ്രധാനമായിട്ടും ഇലക്ട്രിക് 3 വീലേഴ്സാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്.